ഡിസ്ഹോണസ്റ്റ് ഡീലറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ അവിടെ ചെറിയ സംഖ്യ ഉണ്ടല്ലോ, ആ ചെറിയ സംഖ്യയെ CP ആയിട്ട് പരിഗണിക്കണം. എല്ലാവർക്കും നമസ്കാരം. SSC RRB ബാങ്ക് എക്സാം ചാനലിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് നമ്മൾ പതിയെ കടക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ വരാൻ പോകുന്ന RRB അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് അതേപോലെ ഗ്രൂപ്പ് ഡി പരീക്ഷകൾക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിങ്ങളുടെ ഒരു യാത്രയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ നിങ്ങളെ ഒന്ന് പഠിപ്പിക്കുക. അതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിന്റെ ലക്ഷ്യം. അപ്പോ നിങ്ങളുടെ പ്രിപ്പറേഷൻ വളരെ ഭംഗിയായിട്ട് മുമ്പോട്ട് പോകുന്നു എന്ന് വിശ്വസിക്കുന്നു. 2026 2027 നിങ്ങളുടെ ആ ഒരു സ്വപ്ന ജോലി യാഥാർത്ഥ്യമാകുന്ന ഒരു വർഷമായിട്ട് ഈ ഒരു കാലയളവ് മാറട്ടെ എന്നുകൂടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സാധാരണ പരീക്ഷകൾക്ക് സ്ഥിരമായിട്ട് കാണുന്ന ഒരു 10 ചോദ്യം പെട്ടെന്ന് പറഞ്ഞങ്ങ് വിടാം. എഴുതിയെടുത്തോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. എൻ്റെ കൂടെ ചോദ്യങ്ങൾ എഴുതിയെടുത്തിട്ട് ഞാൻ എങ്ങനെയാണോ ചെയ്യുന്നത് ആ രീതി ചെയ്തു പഠിച്ച് നിങ്ങൾ മുമ്പോട്ട് പോവുക. പരീക്ഷയ്ക്ക് നമുക്ക് വിത്തിൻ സെക്കൻഡ്സിലെ ആ ചോദ്യം ചെയ്തു മാറാൻ പറ്റും. മക്കളെ, ഒന്നാമത്തെ ചോദ്യം നമ്മുടെ ജൂനിയർ എഞ്ചിനീയർ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം. ഒരു കടക്കാരൻ ഒരു സാധനം 740 രൂപയ്ക്ക് വാങ്ങി 30% ലാഭം നേടുന്നതിനായി അയാൾ എത്ര രൂപയ്ക്കാണ് ആ സാധനം വിൽക്കേണ്ടത് എന്നാണ് ചോദ്യം. വാങ്ങിയ വില 740, 30% ലാഭം കിട്ടണം. കുഞ്ഞുങ്ങളെ, 30% ലാഭം കിട്ടണമെങ്കിൽ 30% കൂട്ടി വിറ്റാൽ മതി. എടാ, 740-നാണ് വാങ്ങിച്ചത്. 740-ന്റെ 30% എത്രന്ന് കണ്ടുപിടിക്കണം. 740-ന്റെ 30% കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ ഒരു സംഖ്യയുടെ 10% കണ്ടുപിടിക്കാൻ ഒരു 0 വെട്ടിയാൽ പോരെ. അങ്ങനാണെങ്കിൽ 740-ന്റെ 10% എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ 74 അല്ലേ? 10% 74 ആണെങ്കിൽ എടാ 10% 74 ആണെങ്കിൽ വീണ്ടും ഒരു 10% എഗൈൻ 74, വീണ്ടും ഒരു 10% എഗൈൻ 74. അല്ലെങ്കിൽ 74-നെ 3 കൊണ്ട് ഗുണിച്ചാൽ 4 3 12 ശിഷ്ട 1, 7 3 21, 21 1 22, അതായത് 30% എന്ന് പറയുന്നത്. അതായത് 740-ന്റെ 10% 74 ആണെങ്കിൽ 10% 74, 10% 74, 10% 74, 74 കൂടെ കൂട്ടിയാൽ 30% കിട്ടും. 74-നെ 3 തവണ കൂട്ടുന്നതിന് പകരം 74-നെ 3 കൊണ്ട് ഗുണിച്ചാൽ മതി. 74-നെ 3 കൊണ്ട് ഗുണിച്ചാൽ 222. അപ്പൊ 222 രൂപ കൂടി കിട്ടും. 740-ന്റെ കൂടെ 222 കൂടെ കൂട്ടുക. 0 2 കൂട്ടിയ 2. ഉത്തരത്തിന്റെ അവസാനത്തെ അക്കം 2 ആണെന്ന് മനസ്സിലായി. 2-ൽ അവസാനിക്കുന്ന ഒറ്റ ഒരു ഓപ്ഷനേ ഉള്ളൂ. അതുകൊണ്ട് ഓപ്ഷൻ ബി ആയിരുന്നു റൈറ്റ് ആൻസർ. ക്ലിയർ ആയോ? ഭംഗിയായിട്ട് മനസ്സിലായോ? പക്ക അല്ലേ? അതായത് 30% ലാഭം കിട്ടണമെങ്കിൽ 30% കൂട്ടി വെക്കണം. അത്ര ഉള്ള ഐഡിയ. അപ്പോൾ ഒന്നാമത്തെ ഉത്തരം നമുക്ക് കിട്ടിയിരിക്കുകയാണ് 962. അല്ലെങ്കിൽ 740-ന്റെ 30% കണ്ടുപിടിച്ചിട്ട് അത് കൂട്ടിയാലും മതി. പക്ഷെ ഇതാണ് ഏറ്റവും എളുപ്പ വഴി. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റിന്റെ ഉത്തരം 962, ഓപ്ഷൻ ബി ആയിരുന്നു റൈറ്റ് ആൻസർ. രണ്ടാമത്തെ ചോദ്യം അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യം. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. ഒരു സത്യസന്ധനല്ലാത്ത വ്യാപാരി സാധനങ്ങൾ വാങ്ങിയ വിലയ്ക്ക് തന്നെ വിൽക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ 1 കിലോയ്ക്ക് പകരം 900 ഗ്രാം തൂക്കമാണ് ഉപയോഗിക്കുന്നത്. അയാളുടെ ലാഭശതമാനം എത്ര? പ്രോഫിറ്റ് പെർസെന്റ് എത്ര? ലാഭശതമാനം എത്ര? സ്ഥിരം ചോദ്യം. ഡിസ്ഹോണസ്റ്റ് ഡീലർ പ്രോബ്ലം എന്നാ പറയുന്നത്. കുഞ്ഞുങ്ങളെ, ഡിസ്ഹോണസ്റ്റ് ഡീലർ പ്രോബ്ലവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചോദ്യം പരീക്ഷയ്ക്ക് ചോദിച്ചാൽ 1 കിലോഗ്രാമിന് പകരം 850 ഗ്രാം ആണ് കൊടുത്തത്.
അല്ലെങ്കിൽ 1 കിലോഗ്രാമിന് പകരം 960 ഗ്രാം കൊടുത്തു, അല്ലെങ്കിൽ 1 കിലോഗ്രാമിന് പകരം 920 ഗ്രാം ആണ് കൊടുത്തത്. ഇത്തരത്തിലെ ഡിസ്ഹോണസ്റ്റ് ഡീലർ പ്രോബ്ലം പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നിങ്ങൾ നോക്കിക്കേ, 1 കിലോ എന്ന് പറഞ്ഞാല് 1 കിലോ എന്ന് പറഞ്ഞാല് 1000 ഗ്രാം അല്ലേ? 1000 ഗ്രാം. 1000 ഗ്രാമിന് പകരം 900 ഗ്രാമേ കൊടുത്തുള്ളൂ. 1000 ഗ്രാമിന് പകരം 900 ഗ്രാമേ കൊടുത്തുള്ളൂ എന്നല്ലേ അതിന്റെ അർത്ഥം? ഇത്തരത്തിലെ ഡിസ്ഹോണസ്റ്റ് ഡീലറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ അവിടെ ചെറിയ സംഖ്യ ഉണ്ടല്ലോ, ആ ചെറിയ സംഖ്യയെ CP ആയിട്ട് പരിഗണിക്കണം. ചെറിയ സംഖ്യയെ CP ആയിട്ട് പരിഗണിക്കുക. അപ്പോൾ 900 എന്ന് പറയുന്നത് വാങ്ങിവില അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ CP ആണ്. വലിയ സംഖ്യ എന്ന് പറഞ്ഞാല് 1000. സോ 1000നെ നിങ്ങൾ വിറ്റ വിലയായിട്ട് പരിഗണിക്കുക. അപ്പോൾ ഒന്നും കൂടെ പറഞ്ഞു തരാം. ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ വാങ്ങിവില കോസ്റ്റ് പ്രൈസ്, വലിയ സംഖ്യ വിറ്റ വില അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ്. അതായത് 900 രൂപയ്ക്ക് വാങ്ങിച്ചു, 1000 രൂപയ്ക്ക് വിറ്റു. 900 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് 1000 രൂപയ്ക്ക് വിറ്റാൽ സ്വാഭാവികമായിട്ടും ലാഭം എന്ന് പറയുന്നത് 100 അല്ലടാ. ആ ലാഭമായ 100നെ 100 കൊണ്ട് ഗുണിക്കുക, ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ വാങ്ങിവില 900 ആണ്. വാങ്ങിവില 900 ആണ്. കണ്ടോ? ലാഭം ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ CP. ലാഭം എന്ന് പറയുന്നത് ലാഭശതമാനം കണ്ടുപിടിക്കാൻ ലാഭം ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ CP ആണ്. ലാഭം എന്ന് പറയുന്നത് 100, ലാഭത്തിനെ 100 കൊണ്ട് ഗുണിക്കുക, ഡിവൈഡഡ് ബൈ CP. കോസ്റ്റ് പ്രൈസ് 900 ആണ്. താഴെ കിടക്കുന്ന 2 പൂജ്യങ്ങളും മേളിൽ കിടക്കുന്ന 2 പൂജ്യങ്ങളും കട്ടായി പോയി. 100നെ 9 കൊണ്ട് ഹരിച്ചാല് എന്തായാലും ഇതും വരത്തില്ല. പിന്നെ വരുന്നത് 11 2/8 അല്ലെങ്കിൽ 11 1/9 ആണ് വരുന്നത്. എടാ കുഞ്ഞുങ്ങളെ, 2ഉം 8ഉം കൂടെ വെട്ടിയാൽ 1 2 2 4 2 8 ആണേ. 11 ആണോ അതോ 11 1/9 ആണോ എന്നുള്ളതാണ് നമ്മൾക്ക് എത്തേണ്ടത്. 100നെ 9 കൊണ്ട് ഹരിച്ചാൽ 100നെ 9 കൊണ്ട് ഹരിക്കുമ്പോൾ തന്നെ അറിയാം 11 9 99 ശിഷ്ടം 1 ആന്റി ക്ലോക്ക് വൈസിൽ എഴുതി കഴിഞ്ഞാല് ആദ്യം ഹരണഫലം, പിന്നെ ഹാരകം, അതിന്റെ മുകളിൽ ശിഷ്ടം. 11 1/9. 11 1/9 ഓപ്ഷൻ C ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. കണ്ടോ? ഇത്രയുള്ള പരിപാടി. ഓപ്ഷൻ C ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഡിസ്ഹോണസ്റ്റ് ഡീലർ പ്രോബ്ലം ആണ് നമ്മൾ പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് കാണുന്നത്. സോ ഇത്തരത്തിലൊരു ചോദ്യം നിങ്ങളുടെ മുമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഡിസ്ഹോണസ്റ്റ് ഡീലർ പ്രോബ്ലം ചെയ്യേണ്ട രീതി എങ്ങനെ? 2 സംഖ്യകൾ കാണും. അതിലെ ആ ചെറിയ നമ്പർ ഉണ്ടല്ലോ, ആ ചെറിയ നമ്പറിനെ എന്തായിട്ട് കാണണം? അതിനെ വാങ്ങി വിലയായിട്ട് കണ്ടിട്ട് വലിയ നമ്പറിനെ വിറ്റ വിലയായിട്ട് കണ്ടു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. സ്ഥിരം ചോദ്യമാണ് ഇത്. നിങ്ങൾ വൃത്തിയായിട്ട് ചെയ്ത് പഠിച്ച് മനസ്സിലാക്കിക്കോണം. ലോക്കോ പൈലറ്റ്, JEE, അതേപോലെ ഗ്രൂപ്പ് ഡി പോലെയുള്ള പരീക്ഷകളിലെ സ്ഥിരമായിട്ട് കാണുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ടോപ്പിക്കിനകത്തെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അപ്പൊ നമ്മള് 3ാമത്തെ ചോദ്യത്തിലേക്ക് പതിയെ കടക്കാൻ പോവാം. ചോദ്യം ശ്രദ്ധിക്കുക. വീണ്ടും മറ്റൊരു ലോക്കോയുടെ ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. മക്കളെ, ഒരു കച്ചവടക്കാരനെ 1 രൂപയ്ക്ക് 10 മിഠായികൾ വിറ്റു, 20% ലാഭം കിട്ടി. അങ്ങനെയാണെങ്കിൽ 1 രൂപയ്ക്ക് അയാള് എത്ര മിഠായികൾ വാങ്ങി? 1 രൂപയ്ക്ക് എത്ര മിഠായി വാങ്ങി എന്നാണ് ചോദ്യം. 1 രൂപയ്ക്ക് 10 മിഠായികൾ വിൽക്കുമ്പോൾ 20% ലാഭമായിരുന്നു എന്നാണ് പറയുന്നത്. ഇത്തരം ചോദ്യങ്ങൾ ഞാൻ ക്ലാസ്സിൽ ചെയ്തു പഠിപ്പിക്കുന്ന ഒരു ടൈപ്പായിട്ട് രൂപ ബൈ എണ്ണം മെത്തേഡ്. ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ രൂപ ബൈ എണ്ണം മെത്തേഡ് എന്നാണ് പറയുന്നത്. അതായത് രൂപ മുകളിൽ എഴുതുക, എണ്ണം താഴെ എഴുതുക. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഏത് വന്നാല്, അതായത് 5 രൂപയ്ക്ക് 4 പേന വാങ്ങിച്ചു, 7 രൂപയ്ക്ക് 9 മുട്ട വാങ്ങിച്ചു, 15 രൂപയ്ക്ക് 20, അങ്ങനെ വരുന്ന ഏത് ചോദ്യങ്ങൾ ചോദിച്ചാലും
രൂപ മുകളിൽ എഴുതുക, എണ്ണം താഴെ എഴുതുക. ക്ലിയർ ആണോ? രൂപ എവിടെ എഴുതണം? രൂപ മുകളിൽ എഴുതുക, എണ്ണം താഴെ എഴുതുക. ഇവിടെ നോക്കുമ്പോഴേ രൂപ 1, എണ്ണം 10. രൂപ മുകളിൽ, എണ്ണം താഴെ. മക്കളെ, ഇത് വാങ്ങിയ വിലയാണെങ്കിൽ നമ്മൾ എപ്പോഴും പഠിക്കുന്നത് വാങ്ങിയ വില എന്ന് പറഞ്ഞാൽ 100%. വാങ്ങിയ വിലയാണെങ്കിൽ ഇതിനെ 100% പരിഗണിക്കുക. 10% ലാഭം കിട്ടിയെന്ന് പറഞ്ഞാൽ 110%. 10% നഷ്ടമാണെങ്കിൽ 90%. 20% ലാഭമാണെങ്കിൽ 120%. 20% നഷ്ടമാണെങ്കിൽ 80%. ഇവിടെ 20% ലാഭമല്ലേ? 20% ലാഭമായതുകൊണ്ട് ദിസ് ഈസ് 120%. കണ്ടോ? 20% ലാഭമായതുകൊണ്ട് 120%. കണ്ടുപിടിക്കേണ്ടത് വാങ്ങിയ വില. അയാൾ 1 രൂപയ്ക്ക് എത്ര മിഠായികൾ വാങ്ങി? വാങ്ങിയ വില, അതായത് 100% കണ്ടുപിടിക്കേണ്ടത്. 100% ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വന്നാൽ ഒരു കച്ചവടക്കാരൻ 1 രൂപയ്ക്ക് 10 മിഠായി, 8 മിഠായി, 7 മിഠായി, 4 മിഠായി വിറ്റപ്പോൾ 20% ലാഭം കിട്ടിയെങ്കിൽ ദാറ്റ് ഈസ് 120%. 20% നഷ്ടമാണെങ്കിൽ ദാറ്റ് ഈസ് 80%. വാങ്ങിയ വിലയാണെങ്കിൽ ദാറ്റ് ഈസ് 100%. അങ്ങനെ അങ്ങ് എടുത്തോണം. ഓക്കെ ആണേ? വാങ്ങിയ വിലയാണ് കണ്ടുപിടിക്കേണ്ടത്, 100% കണ്ടുപിടിക്കേണ്ടത്. ക്രോസ് ചെയ്താൽ മതി. ക്രോസ് ആയിട്ട് ഗുണിക്കുക. ക്രോസ് ആയിട്ട് ഗുണിക്കുക. x into 100 is equal to x into ക്രോസ് ആയിട്ട് ഗുണിക്കണം. ക്രോസ് ആയിട്ട് ഗുണിക്കുക. ക്രോസ് ആയിട്ട് ഗുണിക്കുക. ക്രോസ് ആയിട്ട് ഗുണിക്കുമ്പോൾ x into 120 is equal to 1/10 into 100. 1/10 into 100. ഈ പൂജ്യം കട്ടായി. ഈ പൂജ്യം കട്ടായി. ഈ കിടക്കുന്ന 12 അപ്പുറത്തേക്ക് പോയാൽ സ്വാഭാവികമായിട്ടും ഈ കിടക്കുന്ന 12 അപ്പുറത്തേക്ക് പോയാൽ സ്വാഭാവികമായിട്ടും ഡിവൈഡഡ് ബൈ 12 എന്ന് വരും. അപ്പോൾ x is equal to 1/12. ഇവിടെ ഗുണിച്ചുകൊണ്ടിരിക്കുന്ന 12 അപ്പുറത്തേക്ക് പോയാൽ ഹരണമായി. അതായത് x is equal to 1/12 എന്ന് വരും. കണ്ടോ? 1/12 എന്ന് വരും. അതായത് 1 രൂപയ്ക്ക് 12 മിഠായികളാണ് വാങ്ങിച്ചത് എന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് 12 ആയിരുന്നു. അതായത് 1 രൂപയ്ക്ക് 12 മിഠായികളാണ് വാങ്ങിച്ചത്. എന്നിട്ട് കടയിൽ കൊണ്ടുവന്നിട്ട് 1 രൂപയ്ക്ക് 10 എണ്ണം വെച്ച് വിറ്റു. സ്വാഭാവികമായിട്ടും കച്ചവടക്കാരന് 20% ലാഭം കിട്ടി. നമ്മളുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ. നമ്മുടെ ALP പരീക്ഷയ്ക്ക് ചോദിച്ച വളരെ പ്രധാനപ്പെട്ട, സ്ഥിരമായിട്ട് പരീക്ഷകൾക്ക് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പതിയെ കടക്കുന്നു. ചോദ്യം ഇതാണ്. വലിയൊരു ചോദ്യമാണ്. കാണുമ്പോൾ എന്തൊക്കെയോ ഭയങ്കര സംഭവം പോലെ നമുക്ക് തോന്നും. പക്ഷെ സംഭവം എളുപ്പമോ, പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. ഡിസ്ഹോണസ്റ്റ് ഡീലറിന്റെ അതേപോലെ കിടക്കുന്ന ചോദ്യമാണ്. പക്ഷേ 1-2 എക്സ്ട്രാ വാക്കുകൾ മാത്രം കയറി വന്നിട്ടുണ്ട്. പേടിക്കണ്ട. ചോദിച്ചത് നമ്മളൊരു ALP പരീക്ഷ എഴുതാൻ പോയ സമയത്താണ് നമ്മുടെ മുമ്പിൽ ആ ചോദ്യം വന്നത്. മക്കളെ, ഒരു സത്യസന്ധനല്ലാത്ത ഒരു കച്ചവടക്കാരൻ ഒരു സാധനം 23 രൂപയ്ക്ക് 1 കിലോഗ്രാം എന്ന നിരക്കിൽ വിറ്റു. യഥാർത്ഥത്തിൽ അയാൾ വാങ്ങിയ വില 1 കിലോയ്ക്ക് 25 രൂപയായിരുന്നു. അപ്പോൾ വാങ്ങിയ വില, വിറ്റ വില, വാങ്ങിയ വില എത്ര? വാങ്ങിയ വില 25 രൂപയായിരുന്നു. 25. വിറ്റ വില എന്ന് പറയുന്നത് 23 അല്ലേ? വാങ്ങിയ വില 25, വിറ്റ വില എന്ന് പറയുന്നത് 23 എഴുതി വെച്ചു. ഇനി നമ്മൾ പഴയതുപോലെ, നമ്മുടെ പഴയ പരിപാടി ഉണ്ടല്ലോ, അയാൾ തെറ്റായ തൂക്കം ഉപയോഗിച്ച് 1 കിലോയ്ക്ക് പകരം 800 ഗ്രാം മാത്രമേ നൽകിയുള്ളൂ എന്നൊക്കെ പറയുന്നൊരു സെന്റൻസ് ഉണ്ട്. അത്തരം സെന്റൻസുകൾ വരുമ്പോൾ ഞാൻ പറഞ്ഞു തന്നത്,
ചെറിയ നമ്പറിനെ വാങ്ങി വിലയായിട്ട് പരിഗണിക്കണം, വലിയ നമ്പർ വിറ്റ വിലയായിട്ട് പരിഗണിക്കണം. 1 കിലോ എന്ന് പറഞ്ഞാൽ അത് ഉറപ്പായിട്ടും 1000 ഗ്രാമാണ്. അപ്പോൾ 1000 ഉണ്ട്, 800 ഉണ്ട്. ചെറിയ നമ്പർ 800 അല്ലേ? ആ ചെറിയ നമ്പറാണ് വാങ്ങി വില. അപ്പോൾ വാങ്ങി വില എന്ന് പറയുന്നത് 800 ആണെന്നും വിറ്റ വില 1 കിലോ എന്ന് പറഞ്ഞാൽ അത് 1000 ഗ്രാം ആണ്, 1000 എന്ന് എടുക്കണം. എളുപ്പമാണേ. ചോദ്യകർത്താവ് ക്വസ്റ്റ്യനകത്ത് വാങ്ങി വില വിറ്റ വില നേരത്തെ തന്നിട്ടുണ്ട്. പിന്നെ 1 കിലോഗ്രാമിന് പകരം ഇത്ര ഗ്രാമേ കൊടുക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ ചെറിയ നമ്പർ വാങ്ങി വിലയായിട്ടും വലിയ നമ്പർ വിറ്റ വിലയായിട്ടും അങ്ങ് പരിഗണിച്ചോണം. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ട താഴോട്ട് ഗുണിക്കുക. താഴോട്ട് ഗുണിച്ച് റേഷ്യോ കണ്ടുപിടിക്കണം. അപ്പോൾ 25ഉം 800ഉം കൂടെ ഗുണിച്ചു. അപ്പുറത്ത് 23 ഇൻറ്റു 1000 ചെയ്തു. ഈ 2 പൂജ്യങ്ങൾ പോയി, ഈ 2 പൂജ്യങ്ങളും കട്ടായി പോയി. 25നെ 8 കൊണ്ട് ഗുണിച്ചാൽ 200 അല്ലേ? എടാ 25നെ 8 കൊണ്ട് ഗുണിച്ചാൽ 200. 23നെ 10 കൊണ്ട് ഗുണിച്ചാൽ 230. കണ്ടോ? ആദ്യം കിടക്കുന്ന സി പി ആ, രണ്ടാമത്തത് എസ് പി ആണെന്ന് മനസ്സിലായില്ലേ? ആദ്യം കിടക്കുന്നത് വാങ്ങി വില, രണ്ടാമത്തത് വിറ്റ വില. അപ്പോൾ 200 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് 230 രൂപയ്ക്ക് വിറ്റാൽ ഉറപ്പായിട്ട് ലാഭമല്ലേ? ലാഭം എത്ര? ലാഭം 30 അല്ലേ? ആ ലാഭത്തിനെ 100 കൊണ്ട് ഗുണിക്കുക. ലാഭം ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ സി പി. സി പി എന്ന് പറഞ്ഞ വാങ്ങി വില 200 ആണ്. വാങ്ങി വില 200 ആണ്. 100ന്റെ രണ്ടാമത്തെ ഗുണിതമാണ് 200. 30നെ 2 കൊണ്ട് ഹരിച്ചാൽ 15. ആൻസർ 15% ലാഭമാണ്. കാരണം വാങ്ങി വില 200, വിറ്റ വില 230. 200 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചിട്ട് 230 രൂപയ്ക്ക് വിറ്റാൽ ലാഭമാണ്. ആ ലാഭ ശതമാനം കണ്ടുപിടിക്കാൻ ലാഭം ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ സി പി. വൃത്തിയായിട്ട് പഠിച്ചു. ക്ലിയർ ആയോ? അപ്പോൾ ചോദ്യകർത്താവ് അവിടെ വാങ്ങി വിലയും വിറ്റ വിലയും തന്നിട്ടുണ്ട്. 1 കിലോഗ്രാമിന് പകരം ഇത്ര ഗ്രാമേ കൊടുത്തുള്ളൂ എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള സെന്റൻസ് കിട്ടുമ്പോഴാണ് നമ്മൾ ചെറിയ നമ്പറിനെ വാങ്ങി വിലയായിട്ടും വലിയ നമ്പറിനെ വിറ്റ വിലയായിട്ടും പരിഗണിക്കുന്നത് എന്നുള്ള കാര്യം കുഞ്ഞുങ്ങളെ മറന്നു പോകരുത്. വളരെ പ്രധാനപ്പെട്ട ചോദ്യം ആയിരുന്നു ഇത്. പരീക്ഷയ്ക്ക് നമ്മുടെ SSC CGL പോലുള്ള പരീക്ഷകൾക്കും ഈ ചോദ്യം കണ്ടുപോയിട്ടുണ്ട്. NTPC ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷകൾക്കും ഈ ചോദ്യം റെപ്പറ്റീഷൻ വന്നിട്ടുണ്ട്. ഡിജിറ്റ് മാറ്റി കരുതിയിരുന്നോണം. അടുത്ത ചോദ്യം. ഒരു മനുഷ്യൻ 5 രൂപയ്ക്ക് 6 പെൻസിലുകൾ വാങ്ങുകയും 6 രൂപയ്ക്ക് 5 പെൻസിലുകൾ വിൽക്കുകയും ചെയ്താൽ ലാഭശതമാനം എത്ര? എണ്ണവും വിലയും തരുന്ന ചോദ്യം. ടെക്നീഷ്യന്റെ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം. എടാ കുഞ്ഞുങ്ങളെ, എണ്ണവും വിലയും തരുന്ന ഏത് ചോദ്യം പരീക്ഷയ്ക്ക് ചോദിച്ചാലും ആദ്യം നിങ്ങൾ എണ്ണം എഴുതണം, രണ്ടാമത് വില എഴുതുക. എണ്ണം വില. ആദ്യം എണ്ണം എഴുതണം, രണ്ടാമത് വില എഴുതണം. ഇത്ര എണ്ണ ഇത്ര രൂപയ്ക്ക് വാങ്ങിച്ചു, ഇത്ര എണ്ണ ഇത്ര രൂപയ്ക്ക് വിറ്റു. അങ്ങനെ എണ്ണം ഇത്ര, വാങ്ങി വില, എണ്ണം ഇത്ര, വിറ്റ വില. അങ്ങനെ തരുന്ന ഏത് ചോദ്യം പരീക്ഷയ്ക്ക് ചോദിച്ചാലും ആദ്യം എണ്ണം എഴുതുക, രണ്ടാമത് വില എഴുതുക. എണ്ണം വില, എണ്ണം വില, എണ്ണം വില. ഇതണ്ടേ 6 എണ്ണം 5 രൂപ. 6 എണ്ണം 5 രൂപ. കണ്ടോ? എണ്ണം ആദ്യം എഴുതണം, രണ്ടാമത് വില എഴുതണം. ഇനി അടുത്തത് 5 എണ്ണം 6 രൂപ. 5 എണ്ണം 6 രൂപ. എന്നിട്ട് മക്കളെ ക്രോസ് ആയിട്ട് ഗുണിക്കണം. ക്രോസ് ആയിട്ട് ഗുണിക്കുക, ക്രോസ് ആയിട്ട് ഗുണിക്കുക, ക്രോസ് ആയിട്ട് ഗുണിക്കുക. 5ഉം 5ഉം കൂടെ ഗുണിച്ചാൽ 25. 6ഉം 6ഉം കൂടെ ഗുണിച്ചാൽ 36. അങ്ങനെ ക്രോസ് ആയിട്ട് ഗുണിക്കുമ്പോൾ ആദ്യം കിട്ടുന്ന സംഖ്യ സി പി ആയിട്ടും രണ്ടാമത്തത് എസ് പി ആയിട്ടും പരിഗണിക്കണം. ആദ്യം കിട്ടുന്ന സംഖ്യ വാങ്ങി വിലയായിട്ടും രണ്ടാമത്തത് വിറ്റ വിലയായിട്ടും പരിഗണിക്കണം. ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. 25 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചു.
36 രൂപയ്ക്ക് വിറ്റു. മക്കളെ 25 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചിട്ട് 36 രൂപയ്ക്ക് വിറ്റാൽ ലാഭമല്ലേ? ലാഭം. എത്ര രൂപ ലാഭം കിട്ടി? 25ന്റെ കൂടെ 11 കൂട്ടുമ്പോഴല്ലേ 36 കിട്ടുന്നത്. 25 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചിട്ട് 36 രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാല് 11 രൂപയാണ് ലാഭം കിട്ടിയത്. അപ്പോൾ ലാഭം 11, ലാഭത്തിന് 100 കൊണ്ട് ഗുണിക്കുക, ഡിവൈഡഡ് ബൈ CP. CP 25. ലാഭം ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ വാങ്ങിയ വില. ലാഭം ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ വാങ്ങിയ വിലയാണ് ലാഭശതമാനം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. 25ന്റെ 4ാമത്തെ ഗുണിതമാണ് 100. 4ഉം 11ഉം കൂടെ ഗുണിച്ച 44. ഓപ്ഷൻ ഡി ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആയിരുന്നു. ഇങ്ങനെ എണ്ണവും വിലയും തരുന്ന ഏത് ചോദ്യം പരീക്ഷയ്ക്ക് ചോദിച്ചാലും ആദ്യം എണ്ണം എഴുതുക, രണ്ടാമത് വില എഴുതുക, ക്രോസ് ആയിട്ട് ഗുണിക്കുക. ക്രോസ് ആയിട്ട് ഗുണിക്കുമ്പോൾ ആദ്യം കിട്ടുന്ന സംഖ്യ വാങ്ങിയ വിലയായിട്ടും രണ്ടാമത്തത് വിറ്റ വിലയായിട്ടും പരിഗണിച്ചോണം. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇനി നമുക്കൊരു RPF-ലെ കോൺസ്റ്റബിൾ പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യം പഠിക്കാം. ഒരു കടക്കാരൻ ഒരു സാധനം 108 രൂപയ്ക്ക് വാങ്ങിച്ചു, എന്നിട്ട് 135 രൂപയ്ക്ക് വിറ്റു. ലാഭശതമാനം എത്ര? നല്ല ചോദ്യം, വളരെ സിമ്പിൾ ചോദ്യമല്ലേ? ആണ്. മക്കളെ 108 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് 135 രൂപയ്ക്ക് വിറ്റാൽ 27 രൂപയല്ലേ ലാഭം കിട്ടിയത്? കാരണം 108ന്റെ കൂടെ 27 കൂട്ടുമ്പോഴാണ് 135 കിട്ടുന്നത്. അതായത് 108 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് 135 രൂപയ്ക്ക് വിറ്റാൽ 27 രൂപയാണ് ലാഭം കിട്ടിയത്. അപ്പോൾ ആ ലാഭത്തിനെ 100 കൊണ്ട് ഗുണിക്കുക, ഡിവൈഡഡ് ബൈ CP. CP എന്ന് പറഞ്ഞ വാങ്ങിയ വില. വാങ്ങിയ വില 108 ആണെന്ന് മനസ്സിലായി. വാങ്ങിയ വില 108. വാങ്ങിയ വില എത്ര? വാങ്ങിയ വില 108. താഴെ എഴുതി. ലാഭശതമാനം കണ്ടുപിടിക്കാൻ ലാഭം ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ വാങ്ങിയ വില. ലാഭം എന്ന് പറയുന്നത് 27 ആണ്. ആ ലാഭത്തിനെ 100 കൊണ്ട് ഗുണിക്കുക, ഡിവൈഡഡ് ബൈ വാങ്ങിയ വില. ഇനി വെട്ട്. 27 108 കൂടെ നമുക്ക് 9 കൊണ്ട് വെട്ടാം. എന്റെ മനസ്സിൽ പെട്ടെന്ന് വന്ന നമ്പർ 9. മക്കളെ 9 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 9 കൊണ്ട് ഹരിക്കുക. എടാ 27നെ 9 കൊണ്ട് ഹരിച്ചാൽ 3. 108നെ 9 കൊണ്ട് ഹരിച്ചാല് 1 9 9, 2 9 18, 12. 3ഉം 12ഉം കൂടെ വെട്ടിയ 3 4 12. 100നെ 4 കൊണ്ട് ഹരിച്ചാൽ 25. ഓപ്ഷൻ ബി ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഒരു RPF കോൺസ്റ്റബിൾ പരീക്ഷയ്ക്ക് ചോദിച്ച നല്ലൊരു ചോദ്യം ആണ് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞത്. എന്നിരുന്നാലും ആ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മയിൽ ഉണ്ടാകണം. ലാഭശതമാനം കണ്ടുപിടിക്കാൻ ലാഭം ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ വാങ്ങിയ വില. നഷ്ടശതമാനം കണ്ടുപിടിക്കാൻ നഷ്ടം ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ വാങ്ങിയ വില. ഡിസ്കൗണ്ട് ശതമാനം കണ്ടുപിടിക്കാൻ ഡിസ്കൗണ്ട് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ പരസ്യ വില അല്ലെങ്കിൽ മാർക്കഡ് പ്രൈസ് ആണെന്നുള്ള കാര്യം ഓർമ്മയിൽ ഉണ്ടാകണം. ദാ പിടിച്ചു. 192 പേനകളുടെ വാങ്ങിയ വില 10 രൂപ. 5 രൂപയ്ക്ക് എത്ര പേനകൾ വാങ്ങിക്കാൻ സാധിക്കും? ഒരു RPF-ലെ ഒരു ക്വസ്റ്റ്യനാ. ലോക്കോയിലും വന്നിട്ടുണ്ട് കേട്ടോ. ലോക്കോ പൈലറ്റിലും RPF കോൺസ്റ്റബിളിലും ഒക്കെ ഒരുപോലെ വന്നൊരു ചോദ്യമാണ് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞത്. 192 പേനകളുടെ വാങ്ങിയ വില 10 രൂപ ആണേ. അല്ലെങ്കിൽ 10 രൂപയ്ക്ക് 192 പേന വാങ്ങിച്ചു. മക്കളെ 10 രൂപയ്ക്ക് 192 പേന വാങ്ങിച്ചു. അല്ലെങ്കിൽ 10 രൂപയ്ക്ക് വാങ്ങിയ പേനകളുടെ എണ്ണം 192. എടാ 10 രൂപയ്ക്ക് 192 പേന വാങ്ങിയെങ്കില് 5 രൂപയ്ക്ക് സ്വാഭാവികമായിട്ടും അതിന്റെ പകുതി പേനയല്ലേ കിട്ടത്തുള്ളൂ. 192ന്റെ പകുതി 96 അല്ലേ? അപ്പൊ ഉത്തരം 96 എന്ന് എഴുതി അവസാനിപ്പിച്ചാൽ മതി. വളരെ സിമ്പിൾ ചോദ്യമാണ്. പക്ഷെ ചോദിച്ച പരീക്ഷ മറന്നു പോകണ്ട. നല്ല നിലവാരമുള്ള പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യം. അതായത് 10 രൂപയ്ക്ക് 192 പേന കിട്ടിയെങ്കിൽ 5 രൂപയ്ക്ക് അതിന്റെ പകുതി 192ന്റെ പകുതി 96. അതായത് ഓപ്ഷൻ ബി ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. വീണ്ടും നമ്മൾ ഒരു ലോക്കോടെ ക്വസ്റ്റ്യൻ വീണ്ടും എടുത്തു. ഇതാ പിടിച്ചു. കസേരയുടെയും മേശകളുടെയും വിലയുടെ അംശബന്ധം 9:5.
കസേരയുടെ വില മേശയുടെ വിലയേക്കാൾ 4200 രൂപ കൂടുതലാണെങ്കിൽ മേശയുടെ വില എത്ര എന്നാണ് ചോദ്യം. മക്കളെ, അംശബന്ധം നോക്കുമ്പോൾ 9:5. എടാ, 9 എന്ന് പറയുന്നത് മേശ അല്ല, 9 എന്ന് പറയുന്നത് കസേര. കസേര മേശ. അപ്പൊ കസേരയ്ക്ക് 9 റേഷ്യോയാണ്. കസേരയുടെ വില 9 റേഷ്യോ, മേശയുടെ വില 5 റേഷ്യോയാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇവിടെ കസേരയ്ക്കാണ് വില കൂടുതൽ. കസേരയുടെ വില മേശയുടെ വിലയേക്കാൾ 4200 രൂപ കൂടുതലാണ്. നമ്മൾ അംശബന്ധം നോക്കുമ്പോൾ 4 റേഷ്യോയാണ് കൂടുതൽ, അല്ലേ? ഇത് 9 റേഷ്യോ, അത് 5 റേഷ്യോ. സ്വാഭാവികമായിട്ടും 4 റേഷ്യോ ആണ് കൂടുതൽ. ആ 4 റേഷ്യോയാണ് 4200. 4 റേഷ്യോ എന്ന് പറയുന്നത് 4200 ആണെന്ന് മനസ്സിലായി. 4 റേഷ്യോ എന്ന് പറയുന്നത് 4200 ആണെന്ന് മനസ്സിലായി. കണ്ടുപിടിക്കേണ്ടത് മേശയുടെ വില എത്ര. മേശയുടെ വില എന്ന് പറഞ്ഞാല് 5 റേഷ്യോയാണ്. മേശയുടെ വില എത്ര? 5 റേഷ്യോ എത്ര? 5 റേഷ്യോ എത്ര എന്ന ചോദ്യം. 4 റേഷ്യോ 4200 ആണെങ്കിൽ 5 റേഷ്യോ എത്ര എന്നാണ് ചോദ്യം. ക്രോസ് ആയിട്ട് ഗുണിച്ചാൽ മതി. ക്രോസ് ആയിട്ട് ഗുണിക്കാനുള്ള എളുപ്പ വഴി 2 എണ്ണം ഉള്ളത് ഗുണിക്കുക, 1 എണ്ണം ഉള്ളത് ഹരിക്കുക. ഇവിടെ 2 എണ്ണം ഉള്ളത് 5ഉം 4200 ആണ്. 1 എണ്ണം ഉള്ളത് ഹരിക്കുക. 1 എണ്ണം ഉള്ളത് 4 അല്ലേ? 1 എണ്ണം ഉള്ളത് 4 ആണ്. 1 എണ്ണം ഉള്ളത് 4 ആണ്. മക്കളെ, 4 420 വെട്ടാം. 4 കൊണ്ട് വെട്ടാം. 4 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 4 കൊണ്ട് ഹരിക്കുക. കുഞ്ഞുങ്ങളെ, 1 4 4 5 4 20 105 എന്ന് വരും. ആ 0 മറന്നു പോകരുത്. അപ്പോൾ 420നെ 4 കൊണ്ട് ഹരിച്ചാൽ 105 ആണെന്ന് മനസ്സിലായി. അതായത് 1050. 1050നെ 5 കൊണ്ട് ഗുണിക്കുന്നതിന് പകരം 105നെ 5 കൊണ്ട് ഗുണിച്ചിട്ട് ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. 105നെ 5 കൊണ്ട് ഗുണിച്ചാല് 5 5 25, 1 5 5 0, 5250. ഓപ്ഷൻ ബി ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേടാ? അല്ലേടാ? കാരണം കസേരയുടെയും മേശയുടെയും വിലകളുടെ റേഷ്യോ 9:5 ആണെങ്കിൽ കസേര 9 റേഷ്യോ, മേശ 4 റേഷ്യോ. സ്വാഭാവികമായിട്ടും കസേരയ്ക്കാണ് വില കൂടുതൽ. എത്ര കൂടുതൽ? 4 റേഷ്യോ കൂടുതലാണ്. ആ കൂടുതലുള്ളതാണ് 4200. അപ്പൊ 4 റേഷ്യോ 4200, 4 റേഷ്യോ 4200, 4 റേഷ്യോ 4200 ആണെങ്കിൽ 5 റേഷ്യോ എത്ര? കാരണം മേശയുടെ വില എത്ര? മേശയുടെ വില എന്ന് പറഞ്ഞാൽ 5 റേഷ്യോ. 5 റേഷ്യോ കണ്ടുപിടിക്കാൻ പറഞ്ഞു. നമ്മൾ കണ്ടുപിടിച്ചു 5250. ദേണ്ടേ, ഒരു ഗ്രൂപ്പ് ഡി ക്വസ്റ്റ്യൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വെച്ച് നീട്ടുന്നു. മക്കളെ, അരുണ 25 രൂപയ്ക്ക് 8 ബനാന വാങ്ങി, 20 രൂപയ്ക്ക് 6 ബനാന വിറ്റു. അപ്പോഴേ നിങ്ങൾ ആലോചിച്ചോണം, എണ്ണം വില, എണ്ണം വില, എണ്ണം വില. എണ്ണം വില മോഡൽ ക്വസ്റ്റ്യൻ ആണ്. എണ്ണം ആദ്യം എഴുതുക, നമ്പർ ആദ്യം എഴുതണം, രണ്ടാമത് വില പ്രൈസ് എഴുതണം. MNOP, എന്ന് കഴിഞ്ഞിട്ടാണ് പി വരുന്നത് ഓർത്തിരുന്നാലും മതി. എണ്ണം ആദ്യം എഴുതുക, രണ്ടാമത് വില എഴുതുക. എണ്ണം പറയടാ കുഞ്ഞുങ്ങളെ. എണ്ണം 8 8, വില 25. എണ്ണം 8, വില 25. എണ്ണം 8, വില 25. അടുത്തത് എണ്ണം 6 എണ്ണം 6 എണ്ണം 6, വില 20 വില 20 വില 20 വില 20. ക്രോസ് ആയിട്ട് ഗുണിക്കുക, ക്രോസ് ആയിട്ട് ഗുണിക്കുക, ക്രോസ് ആയിട്ട് ഗുണിക്കുക. 25ഉം 6ഉം കൂടെ ഗുണിച്ചാല് 25 × 5 125, 25 × 6 150, 20 × 8 2 8 16 160. ക്രോസ് ആയിട്ട് ഗുണിക്കുമ്പോൾ ആദ്യം കിട്ടുന്നവൻ CP ആണ്, ആദ്യം കിട്ടുന്നവൻ CP ആണ്, ആദ്യം കിട്ടുന്നവൻ CP ആണ്, രണ്ടാമത് കിട്ടുന്നവൻ SP ആണ്. ആദ്യം കിട്ടുന്നവൻ CP ആണ്, രണ്ടാമത് കിട്ടുന്നവൻ SP ആണെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ നമുക്ക് മനസ്സിലായി 150 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചു, 160 വിറ്റു. ക്ലിയർ ആയോ? 150 വാങ്ങിച്ചിട്ട് 160 വിറ്റു. മക്കളെ, 150 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചിട്ട് 160 രൂപയ്ക്ക് വിറ്റാൽ 10 രൂപയാണ് ലാഭം കിട്ടിയത്. അപ്പോൾ ലാഭം 10. ആ ലാഭത്തിന് 100 കൊണ്ട് ഗുണിക്കുക. ലാഭം × 100 ഡിവൈഡഡ് ബൈ വാങ്ങി വില. വാങ്ങി വില 150, വാങ്ങി വില 150 ആണെന്ന് മനസ്സിലായി.
വെട്ടിച്ചെറുതാക്കിയാൽ 25 കൊണ്ട് വെട്ടാം, 25 കൊണ്ട് വെട്ടാം, 25 കൊണ്ട് വെട്ടാം. 100നെ 25 കൊണ്ട് ഹരിച്ച 4 അല്ലേ? 150നെ 25 കൊണ്ട് ഹരിച്ചാല് 6 അല്ലേ? എടാ കുഞ്ഞുങ്ങളെ, 4ഉം 6ഉം കൂടെ 2 കൊണ്ട് വെട്ടിയാൽ 4ന്റെ പകുതി 2, 6ന്റെ പകുതി 3. 10 × 2 20. 20നെ 3 കൊണ്ട് ഹരിക്ക്. 20നെ 3 കൊണ്ട് ഹരിച്ചാല് ദാണ്ടെ 6 2/3. 6 3 18. 18 2 20. 20/3. അല്ലെങ്കിൽ 20നെ സൈഡിലോട്ട് മാറ്റി 3 കൊണ്ട് ഹരിച്ചു നോക്കിയാലും മതി. 6 3 18. ശിഷ്ടം 2. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ആദ്യം ഹരണഫലം, പിന്നെ ഹാരകം, പിന്നെ അതിന്റെ മണ്ടയ്ക്ക് ശിഷ്ടം. 6 3 മുകളിൽ 2. ഉത്തരം 6ഉം 3ൽ 2% എന്ന് വൃത്തിയായിട്ട് എഴുതി അവസാനിപ്പിച്ചാല് നമ്മളുടെ ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം പക്ക. അടുത്തതായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്ന ചോദ്യം ദാ പിടിച്ചോ. RRB NTPC ചോദ്യമാണ് മുമ്പിൽ വരുന്നത്. ഇത്തിരി ഓൾഡ് ആണെങ്കിലും നല്ല ചോദ്യമാണ്. റാം 5 പഴം 20 രൂപയ്ക്ക് വാങ്ങി, അതിലെ 3 എണ്ണം 15 രൂപയ്ക്ക് വിറ്റു. എണ്ണം വില. അപ്പൊ എണ്ണം വിലയാണെങ്കിൽ ആദ്യം എണ്ണം എഴുതണം, രണ്ടാമത് വില എഴുതണം. ആദ്യം എണ്ണം എഴുതണം, രണ്ടാമത് വില എഴുതണം. മക്കളെ, 5 എണ്ണം 20 രൂപ, 5 എണ്ണം 20 രൂപ, 5 എണ്ണം 20 രൂപ എഴുതി വെച്ചു. 3 എണ്ണം 15, 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 3 എണ്ണം 15. എണ്ണം ആദ്യം എഴുതുക, രണ്ടാമത് വില എഴുതുക. 5 എണ്ണം 20, 3 എണ്ണം 15. ക്രോസ് ആയിട്ട് ഗുണിക്കുക. 20 × 3 60, 15 5 75. ക്രോസ് ആയിട്ട് ഗുണിക്കുമ്പോൾ ആദ്യം കിട്ടുന്ന സംഖ്യ CP ആണ്. അപ്പോൾ 60 എന്ന് പറയുന്നത് വാങ്ങി വില, 75 എന്ന് പറയുന്നത് വിറ്റ വില. അപ്പോൾ 60 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് 75 രൂപയ്ക്ക് വിറ്റു. എടാ, 60 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് 75 രൂപയ്ക്കാണ് ആ സാധനം വിറ്റത്. സ്വാഭാവികമായിട്ട് ലാഭമാണ്. 15 രൂപയാണ് ലാഭം കിട്ടിയത്. ആ ലാഭത്തിനെ 100 കൊണ്ട് ഗുണിക്കുക, ഡിവൈഡഡ് ബൈ CP എന്ന് പറയുന്നത് 60 ആണ്. 15ന്റെ 4ാമത്തെ ഗുണിതമാണ് 60. 100നെ 4 കൊണ്ട് ഹരിച്ച ദേ പിടിച്ചോ ആൻസർ ഓപ്ഷന് 25% എന്ന് വരും. അതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കുറെ അധികം ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ ഈ RRB പരീക്ഷകളുടെ കോമൺ ആയിട്ടുള്ള പ്രത്യേകത, നിങ്ങൾ ഇപ്പോൾ ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പരീക്ഷകൾക്കോ, അല്ലെങ്കിൽ NTPC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ നിങ്ങളോട് അല്ലെങ്കിൽ എല്ലായ്പ്പോഴും പറയുവാനുള്ളത്, മക്കളെ, സിലബസ് സെയിമാ. എടാ, മാത്സ് റീസണിങ് സിലബസ് സെയിമാ. അതുകൊണ്ട് നിങ്ങൾ പഠിക്കുമ്പോൾ ആ ഒരു സിലബസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ജൂനിയർ എഞ്ചിനീയറിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിലും ഗ്രൂപ്പ് ഡി ആണെങ്കിലും NTPC ആണെങ്കിലും അങ്ങനെ ഒരുപാട് ഈ പരീക്ഷകളുടെ എല്ലാം സിലബസ് സെയിം ആണ്, ടോപ്പിക്കുകൾ സെയിം ആണ്. അപ്പൊ PYQ ചെയ്ത് പഠിച്ചാൽ മാത്രം മതി. ടോപ്പിക്കിനകത്ത് ചെറിയൊരു ധാരണ ഉണ്ടാക്കി എടുത്തിട്ട് പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ട്രെയിൻ എന്ന് പറയുന്ന ഓരോ ടോപ്പിക്കുകൾ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാല് നിങ്ങളുടെ റെയിൽവേയിലേക്കുള്ള ജോലി എന്ന് പറയുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി എടുക്കുവാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുവാനാണ് നമുക്ക് ഏറ്റവും പുതിയ റെയിൽവേ ബാച്ചുകൾ നമ്മൾ CCയില് തുടങ്ങി വെക്കുന്നത്. കഴിഞ്ഞ തവണയും അതിന് മുമ്പത്തെ തവണയും നമ്മൾ ഏറ്റെടുത്ത വലിയ 2 മിഷൻ ആയിരുന്നു RRB ഗ്രൂപ്പ് ഡി പരീക്ഷ. RRB ഗ്രൂപ്പ് ഡി പരീക്ഷയിലെ കഴിഞ്ഞ തവണ നമ്മൾക്ക് ആദ്യമായിട്ടാണ് നമ്മൾ ആ ഒരു ദൗത്യത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചതെങ്കിൽ പോലും അതിൽ നിന്നും ഒരുപാട് ആൾക്കാരാണ് ഈ പറയുന്ന 65 അല്ലെങ്കിൽ 70 മുകളിലുള്ള സ്കോർ ചെയ്ത ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരൊക്കെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ കൂടെ ഇപ്പോൾ നിലവിലെ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ആൾക്കാരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോക്കോ പൈലറ്റ് പോലെയുള്ള RRB നടത്തുന്ന വിവിധ മത്സര പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള തീവ്ര പരിശീലനമാണ് നമ്മുടെ CCയിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. CCയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മികച്ച അധ്യാപകര്, ആ CCയുടെ SSC RRB വിങ് നോക്കുന്ന അധ്യാപകര് നേരിട്ട് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് ലൈവ് ക്ലാസ്സുകളും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു യാത്ര വളരെ ഭംഗിയായിട്ട് 2026 2027 അവസാനിപ്പിക്കുവാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ റെയിൽവേയിലെ ഒരു ജോലി സ്വപ്നം കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്കുള്ള നല്ലൊരു ഓപ്ഷനാണ് നമ്മുടെ CC SSC RRB വിങ്. നിങ്ങൾക്ക് പരീക്ഷകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള അപ്ഡേറ്റുകളും അതേപോലെ PDF നോട്ടുകളും അതേപോലെ മോക്ക് എക്സാമുകളും ഒക്കെ ഓൺലൈനായിട്ട് ഫ്രീ ആയിട്ട് എഴുതി അത്തരം
സാധ്യതകൾ കൂടി പരമാവധി പ്രയോജനപ്പെടുത്താവുന്നതാണ്. അത്തരം അപ്ഡേറ്റുകൾക്ക് നിങ്ങൾക്ക് ആ സ്കാനർ നിങ്ങൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഗ്രൂപ്പിനകത്തേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ആ ഗ്രൂപ്പിനകത്തേക്ക് കൃത്യമായിട്ട് ഓരോ ദിവസങ്ങളിലെയും അപ്ഡേറ്റുകളും കറണ്ട് അഫയേഴ്സും ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവിടുന്ന് കിട്ടുന്നതാണ്. അതേപോലെ നമ്മുടെ ലേണിംഗ് ആപ്പിനകത്ത് നിന്നും നിങ്ങൾക്ക് സ്ഥിരമായിട്ട് പരീക്ഷകൾ എഴുതി മാറാൻ പറ്റും. അതൊക്കെ ഫ്രീ റിസോഴ്സസ് ആണ്. അപ്പൊ സാധ്യതകൾ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണം. ഇത്തരം സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇത്തവണത്തെ ഈ പറയുന്ന RRB പരീക്ഷകൾക്ക് നിങ്ങൾക്ക് തയ്യാറെടുക്കാവുന്നതാണ്. നിങ്ങളുടെ എല്ലാ സജഷൻസും തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു യൂസ്ഫുൾ സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.